കൊല്ലം പുനലൂരിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. പുനലൂർ കലയനാടാണ് സംഭവം. കലയനാട് ചരുവിള വീട്ടിൽ ശാലിനിയെയാണ് ഭർത്താവ് ഐസക് കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തിയത്. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. സംഭവത്തിന് ശേഷം ഫേസ്ബുക്കിൽ കൊലപാതകത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം ഐസക് പുനലൂർ പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്. പല ബന്ധങ്ങളും ഞാൻ വീട്ടിൽ സ്വർണ്ണം എടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് 2 മക്കളാണ്. മൊത്തം ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ അതിലൊന്നും ഒരു വിഷമവുമില്ല. ആഡംബര ജീവിതം നയിക്കണം. ഉണ്ടാക്കി മുതലുകളെല്ലാം നശിപ്പിച്ചു. ഇപ്പോൾ അവൾ അമ്മയുടെ കൂടെ പോയി താമസിക്കുകയാണ്. കൂടാതെ എനിക്ക് വിഷമമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ഇരിക്കുകയും അവിടെ വന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണമെന്നും ഒരു 5 പൈസയുടെ മുതൽ അവർക്കില്ല. അതുപോലെ എനിക്ക് വിഷമമില്ല. എങ്കിലും അനാവശ്യമായിട്ടുള്ള അപ്പോൾ അത് തൊട്ടുപുറത്താം നടന്നുകൊണ്ട് പോകാനേ ഉള്ളൂ. അടുത്തുള്ള എന്റെ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഒന്ന് അന്വേഷിച്ച കാര്യങ്ങൾ അറിയാം. 1-ന് 2 വണ്ടി പഠിപ്പിച്ചു, വണ്ടി മേടിച്ചു കൊടുത്തു. അനാവശ്യമായ പൂക്കളെല്ലാം പറഞ്ഞ് വണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ കയ്യിൽ കിടന്ന എന്റെ പേരെഴുതിയ ഞാൻ ഇട്ട് കൊടുത്ത മോതിരം ഞാൻ അറിയാതെ പണയം വെക്കുകയും പണയം വെച്ചോ കിട്ടുമോ എന്നറിയില്ല. എന്നിട്ട് വളരെ ധിക്കാരപരമായിട്ട് അടുത്ത വണ്ടി മേടിക്കുകയും എവിടുന്നോ ജോലി അതുപോലെ വേറെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. എൻ്റെ കാര്യം എന്നൊക്കെ അധ്വാനിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മദ്യപാനിയല്ല, പുകവലിയില്ല, ഒരു കാര്യങ്ങളുമില്ല. നമ്മളെ വളരെയധികം അവരുടെ അമ്മ അവളിപ്പോൾ പാർട്ടിക്കകത്ത് പോയി കയറി. പാർട്ടിയിൽ പോകുന്ന എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ് പാർട്ടിയിൽ പോവുകയും പാർട്ടിയിലുള്ളവന്മാർ അതിന് പിന്തുണ നൽകുകയും എന്ത് വന്നാലും ഞങ്ങളുണ്ടെന്ന് പറയുകയും രാത്രി കാലങ്ങളിൽ പോവുക വരിക വിൽക്കാൻ നമ്മൾ ചെയ്യുന്നു. അതിലിപ്പോൾ എല്ലാം ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഉള്ളതുകൊണ്ട് സന്തോഷമായി കഴിയും. അത് കേൾക്കാതെ നമുക്ക് പോയി എന്തൊക്കെ ചെയ്തു. 2024 ഞാൻ അറിയാതെ എൻ്റെ വീട്ടിൽ നിന്ന് സ്വർണം 86,000 രൂപയ്ക്ക് പണയം വെക്കുകയും ആ പൈസ എന്ത് ചെയ്യുന്ന എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോൾ 20,000 രൂപയ്ക്ക് വീണ്ടും കൊണ്ട് പണയം വെക്കുകയും നമ്മൾ വിശ്വസ്തയോടുകൂടെ നിർത്തി വിശ്വാസത്തോടു കൂടി നിർത്തുമ്പോൾ വിശ്വാസവഞ്ചന കാണിക്കുന്ന ഇവളുമാരെ പോലുള്ള വ്യക്തികളെ ഒരുപാട് ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ എല്ലാവരും മനസ്സിലൊരുക്കി ജീവിക്കണമെന്നുള്ള പേരിൽ നടക്കുകയാണ്. പക്ഷെ മനസ്സിലൂടെ ക്ഷമിച്ചു ഇത് ക്ഷമിക്കാൻ പറ്റില്ല. നമ്മൾ ആണുങ്ങൾ മക്കളുടെ കാര്യം എങ്ങനെ ആവും എന്നെല്ലാം പല പ്രാവശ്യം തിരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വിട്ടത്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. തോന്നുമ്പം വരിക, തോന്നുമ്പം പോവുക. നാട്ടുകാരെന്നെ കണ്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഐസക്കും ശാലിനിയും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മാറി താമസിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ വീട്ടിലെത്തിയ ശാലിനിയെ ഐസക് അപ്രതീക്ഷിതമായി കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവശേഷം ഇവിടെ നിന്നും രക്ഷപ്പെട്ട ഐസക് 9 മണിയോടെ പുനലൂർ പോലീസിൽ കീഴടങ്ങി. ശാലിനിയുടെ മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ദമ്പതികൾക്ക് 2 മക്കളാണുള്ളത്. ശാലിനി കാര്യറയിലെ സ്വകാര്യ സ്കൂളിലെ ആയയായി ജോലി ചെയ്തു വരികയായിരുന്നു. സംഭവത്തിൽ പുനലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു.